തന്റെ കാമുകിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ ചെലവും കാമുകൻ അവൾക്ക് വേണ്ടി നോക്കും. പക്ഷേ കാമുകയാണെങ്കിൽ ഈ കാമുകനെ ചതിക്കും, മറ്റൊരാളും ഇഷ്ടത്തിലാകും. ഇതറിഞ്ഞ കാമുകൻ അവളെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയണ്ടേ. അപ്പൊ പറഞ്ഞു വന്നത് 2023 ഇറങ്ങിയ സാലാക്കാബ് എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കടലിനകത്ത് തടവിൽ പെട്ടുകിടക്കുന്ന ഒരു പെണ്ണിനെയാണ്. അവളാണെങ്കിൽ നല്ലപോലെ നിലവിളിക്കുന്നുമുണ്ട്. പിന്നീട് നമ്മൾ ഇതേ പെണ്ണിനെ കാണിക്കും, ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഇവിടെ ഇവൾ നല്ല ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിൻ ആയിട്ടുള്ള എലേന. ഹീറോയിൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത സ്കോളർഷിപ്പ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോയി പഠിക്കാം. ഇത് കിട്ടുമ്പോൾ തന്നെ ഇവൾ ഹാപ്പിയാകും. അങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടി ഇവൾ അവിടെ നിന്ന് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകും. ഇവളുടെ ബോയ് ഫ്രണ്ടും ഇതേ വില്ലേജിൽ തന്നെയാണുള്ളത്. അതുമാത്രമല്ല ചെറുപ്പം തൊട്ടും ഇവർ ഒന്നിച്ചുമാണുള്ളത്. അങ്ങനെ ഇതവനെ കാണിക്കുമ്പോൾ അവനും നല്ല ഹാപ്പിയാകും. ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഓർത്തർ എന്നാണ്. ഓർത്തറിന് ഫിഷിങ്ങിന്റെ പണിയാണ്. അങ്ങനെ ഈ ന്യൂസ് കേൾക്കുമ്പോൾ ഓർത്തറും നല്ല ഹാപ്പിയാകും. പിന്നീട് ഈ സന്തോഷത്തിൽ ഇവർ രണ്ടുപേരും ഒരിടത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹീറോയിനെ ഇവിടുന്ന് സിറ്റിയിലേക്ക് വിടാൻ ബോയ് ഫ്രണ്ടിന് അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് അവൾ പറയുന്നത് അവൾ ഇടയ്ക്ക് വെക്കേഷന് വരാമെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ഈ കാര്യം അവളുടെ അമ്മയുടെ അടുത്ത് പറയും. ഇത് കേട്ട അമ്മയാണെങ്കിൽ അവളോട് പോകണ്ടെന്നും പറയും. കാരണം ഹീറോയിനെ ഇവിടുന്ന് ടൗണിലേക്ക് വിടാൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനും ദേഷ്യം വരും. ഹീറോയിൻ അമ്മയുടെ വാക്കൊന്നും കേൾക്കാതെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷെ അവളുടെ അമ്മയാണെങ്കിൽ പുറകെ പോയി വഴക്കുണ്ടാക്കും. ഇവിടെ നിന്ന് ആരും ടൗണിലേക്ക് പോകുന്നില്ലെന്നും പറയും. നീ ഒരു പെണ്ണാണെന്നും നിന്നെ വളർത്തിയത് ഞാനാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്നും അമ്മ പറയും. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ നെഗറ്റീവായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയിൻ അവിടെ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് ഓർത്തർ അവിടേക്ക് എത്തുന്നത്. ഓർത്തർ ഇവളെയും വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകും. ഓർത്തർ അവന്റെ അച്ഛനോട് ചോദിച്ചെന്നും അവളോട് അന്ന് അവിടെ താമസിച്ചാളാനും ഓർത്തർ അവളോട് പറയും. നിനക്ക് സിറ്റിയിലേക്ക് പോയി പഠിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്യാമെന്നും ഓർത്തർ അവളോട് പറയും. ഓർത്തർ അവന്റെ ബോട്ടിൽ സിറ്റിയിൽ കൊണ്ടുവിടാമെന്നും പറയും. ഇതൊക്കെ കേട്ട ഹീറോയിൻ അവൾക്ക് വേണ്ടി 4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും പറയും. ഓർത്തർ ആണെങ്കിലോ ജീവിതകാലം മുഴുവൻ വെയിറ്റ് ചെയ്തോളാമെന്നും പറയും. അങ്ങനെ ഹീറോയിന് വേണ്ടിയുള്ള പണമെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഓർത്തർ അവളെ ടൗണിലേക്ക് കൊണ്ടുവിടും. ഓർത്തറുള്ള വില്ലേജിൽ നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഓർത്തർ എന്നും ഹീറോയിനെ വിളിക്കാൻ വേണ്ടി അവിടെയുള്ളൊരു മലയുടെ മുകളിലേക്ക് പോകും. വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഹീറോയിൻ താമസിക്കുന്നത് ബോയ്സും ഫാമിലിയും താമസിക്കുന്നൊരിടത്താണെന്ന് ഓർത്തർ കാണും. ഇത് കണ്ട ഓർത്തറിന് എന്തൊക്കെയോ പോലെ തോന്നും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള കാശ് കയ്യിലില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ ഓർത്തർ ഇപ്പോഴും തന്നെ കാശ് റെഡിയാക്കാമെന്നും പറയും. അങ്ങനെ ഫിഷിങ് കഴിഞ്ഞ ശേഷം ഓർത്തർ പാർട്ട് ടൈം ജോലിക്ക് കൂടി പോകും. ബാക്കിയുള്ള ടൈമും പണിയെടുത്ത് ഓർത്തർ അവൾക്ക് വേണ്ടിയുള്ള പോക്കറ്റ് മണി ഉണ്ടാക്കും. അങ്ങനെ ഒരിക്കൽ ഓർത്തർ ഹീറോയിനെ വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി പോകും. അവിടുന്ന് വരുന്ന വഴിയാണ് മറ്റൊരു പെണ്ണ് ഓർത്തറിന്റെ അടുത്തേക്ക് എത്തുന്നത്. അവൾ ഓർത്തറുമായിട്ട് ക്ലോസ് ആകാനും നോക്കും. പക്ഷെ ഓർത്തർ അവളെ മൈൻഡ് ചെയ്യാതെ പോകും. അങ്ങനെ ഒരിക്കൽ ഹീറോയിന്റെ ബർത്ത്ഡേ ആകും. ഹീറോയിന് വേണ്ട കാശൊക്കെ ഉണ്ടാക്കിയ ശേഷം ഓർത്തർ അവളെ കാണാൻ വേണ്ടി പോകും. അവളുടെ ഹോസ്റ്റലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് ഹീറോയിൻ മറ്റൊരാളുമായി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവൾക്ക് വേണ്ടി വേറൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നെന്നും ടൈം വൈകിപ്പോയതുകൊണ്ട് അവളുടെ ക്ലാസ്മേറ്റ് അവളെ കൊണ്ടുവിടാൻ വന്നതാണെന്നും ഹീറോയിൻ ഓർത്തറിനോട് പറയും. അങ്ങനെ പിന്നീട് ഓർത്തറും ഹീറോയിനും കൂടി റൂമിലേക്ക് പോകും. അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അവിടെ പോകുന്നതിന് മുമ്പ് ഓർത്തർ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന കാശ് കൊടുക്കും. അതോടൊപ്പം അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഇത് കേട്ടാൽ ഹീറോയിൻ അതെ എന്നും പറയും. അങ്ങനെ ഓർത്തർ അവിടുന്ന് വില്ലേജിലേക്ക് പോകും. കുറച്ചുനാൾ കഴിയുമ്പോൾ ഹീറോയിൻ വീണ്ടും അവനെ വിളിക്കും. അവൾക്ക് കിട്ടിയ മാർക്ക് കാരണം അവളുടെ സ്കോളർഷിപ്പ് റിജക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനി അധികകാലം അവിടെ പഠിക്കാൻ പറ്റില്ല. ഇത് കേട്ട ഓർത്തർ ആണെങ്കിൽ അതിനുവേണ്ടിയുള്ള പൈസയും അവൾക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഓർത്തർ രാത്രിയിലും ഫിഷിങ്ങിന് പോകാനായിട്ട് തുടങ്ങും. പക്ഷെ ആ കാശും തികയുന്നില്ലായിരുന്നു. പിന്നീട് ഓർത്തർ ടൂറിസ്റ്റിനെ കപ്പലിൽ കൊണ്ടുപോകുന്ന ജോലിക്ക് കയറും. അങ്ങനെ ഒരിക്കലാണ് ഒരു ടൂറിസ്റ്റ് ഓർത്തറുമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത്. പുള്ളിയാണെങ്കിൽ നല്ലൊരു പണവും ഓഫർ ചെയ്യും. ഓർത്തർ വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഹീറോയിന് വേണ്ടിയുള്ള പൈസ ഓർത്തർ ഉണ്ടാക്കും. അവന്റെ ബോഡി വിറ്റുണ്ടാക്കും. അങ്ങനെ ഈ പണം കൊണ്ട് ഹീറോയിൻ അവളുടെ എഡ്യൂക്കേഷൻ കഴിയും. അവൾ വീണ്ടും അവിടുന്ന് വില്ലേജിലേക്ക് എത്തുകയും ചെയ്യും. അവിടെയുള്ള ആളുകളെല്ലാം അവൾക്ക് വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയിനും ഓർത്തറും ഹീറോയിന്റെ വീട്ടിലേക്ക് എത്തും. ഹീറോയിന്റെ അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ടൈമിലാണ് ഓർത്തർ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവിടുന്ന് വിഷമത്തോട് ഓടിപ്പോകും. ഓർത്തറും പുറകെ പോകും. അവനെ ഇഷ്ടമല്ലേ എന്നും നിന്റെ മൈൻഡിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും ഓർത്തർ ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ ഒന്നും മിണ്ടില്ല. ഓർത്തർ ആണെങ്കിൽ അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും പറയും. ഹീറോയിൻ ആണെങ്കിൽ അവനെ ഇട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഹീറോയിൻ അവളുടെ അമ്മയുമായിട്ടിരിക്കും.
അമ്മ പറയും ഓർത്തറിഞ്ഞ പോലത്തെ പയ്യനെ ഇനി നമുക്ക് കിട്ടില്ല, അവൻ നിനക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട ഹീറോയിൻ അവൾക്ക് ടൗണിൽ നല്ല ജോബ് റെഡിയായിട്ടുണ്ടെന്നും ഓർത്തർ മുടക്കിയ പണമെല്ലാം കൊടുത്തോളാമെന്നും പറയും. ഇത് കേട്ട അമ്മ പറയും വാക്ക് കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. അങ്ങനെ ഹീറോയിൻ പിന്നീട് ഓർത്തറിഞ്ഞ ഒരിടത്തേക്ക് വിളിക്കും. അവൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറയാമെന്ന് പറയും. ഓർത്തർ ചോദിക്കും നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. ഹീറോയിൻ അവളോട് ക്ഷമിക്കണമെന്നും പറയും. ഓർത്തർ പറയും എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് നീ പറഞ്ഞതല്ലേ എന്ന്. ഇത് കേട്ട ഹീറോയിൻ എല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഓർത്തർ പറയുന്നതൊന്നും കേൾക്കാതെ അവിടുന്ന് പോകും. അങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തും. അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഹീറോയിന്റെ അമ്മയോടും പറയും. ഇത് കേട്ട അമ്മ പറയും അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം നിനക്കറിയാമോ എന്ന്. അതൊക്കെ ഇവൻ അറിയാമെന്നും പക്ഷെ അവൾ ഇവനെയാണ് ചൂസ് ചെയ്തതെന്നും അവൻ പറയും. ഹീറോയിൻ വില്ലേജിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ടൗണിലേക്ക് വരാമെന്ന് പറഞ്ഞുവെന്ന് ബോയ് ഫ്രണ്ട് പറയും. ഇത് കേട്ട അമ്മ പറയും അവൾ ഇവിടുന്ന് ഓർത്തറിനെ കാണാൻ പോയെന്നും ഓർത്തറിഞ്ഞ് അവൾ എവിടെയുണ്ടെന്ന് അറിയാമെന്ന് പറയും. അങ്ങനെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും അമ്മയും കൂടി ഓർത്തറിനെ കാണാൻ വേണ്ടി പോകും. അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് അമ്മ ചോദിക്കും. ഇത് കേട്ട ഓർത്തർ അറിയില്ലെന്നും അവൾ ഇവിടുന്ന് പോയെന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അറിയിക്കാമെന്നും പറയും. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് തടവിലകപ്പെട്ട ഹീറോയിനെയും അങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഓർത്തറിനെയും. പിന്നീട് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. അന്ന് ഹീറോയിന് വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് പോകണമായിരുന്നു. അതിനുവേണ്ടിയുള്ള ബോട്ട് ഡ്രൈവറിനെ ഓർത്തർ തന്നെ ഇടിക്കും. എന്നിട്ട് ഓർത്തർ പുള്ളി ഇന്ന് എത്തില്ലെന്നും അതുകൊണ്ട് ഓർത്തർ ബോട്ട് ഓടിച്ച് അവളെ അപ്പുറം കൊണ്ടുവിടാമെന്നും പറയും. ഹീറോയിൻ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഓർത്തർ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെയും ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും. പകുതി എത്തുമ്പോഴാണ് പിടികിട്ടുന്നത് അവളെ അവൻ പെടുത്തിയതാണെന്ന്. ഓർത്തർ അവളെ അവിടുന്ന് അവിടെയുള്ള ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോയിടും. അങ്ങനെ പിന്നീട് നമ്മളെ ഇപ്പോഴും നടക്കുന്നത് കാണിക്കും. ഓർത്തർ ഫുഡ് കൊണ്ടു കൊടുത്ത ശേഷം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്നെയും കൊല്ലും വീട്ടുകാരെയും കൊല്ലുമെന്നൊക്കെ അവളോട് പറയും. ഓർത്തർ പറയുന്നതെല്ലാം അതുപോലെ കേൾക്കണമെന്നും നമ്മളിവിടെ വീട് മടന്ന് ജീവിക്കാൻ പോവുകയാണെന്നും അവളോട് പറയും. ഇതെല്ലാം കണ്ട ഹീറോയിൻ നിനക്ക് വട്ടാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഓർത്തർ അവൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അവന്റെ ബോഡി വിറ്റ കേസൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നീട് അവൻ ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. അവൾക്ക് താല്പര്യമില്ലെങ്കിലും അവൾ അവന്റെ കൺട്രോളിലായിരുന്നു. അങ്ങനെ രാത്രിയാകുമ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തർ വീണ്ടും കൂടുതൽ പറയുന്നത്. അന്നിവൾക്ക് വേണ്ടി ഡ്രഗ്സ് വിൽക്കാൻ പോയെന്നും ഇവനെ പോലീസ് പിടിച്ചെന്നും ആ പോലീസ് ഇവനെ മിസ്യൂസ് ചെയ്തെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഓർത്തർ പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനും ഇമോഷണൽ ആകും. ഹീറോയിൻ അവനോട് പറയും അവൻ ഇഷ്ടമുള്ളതെല്ലാം അവളെ ചെയ്തോളാൻ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓർത്തർ അവളെ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ലായിരുന്നു. അവളുടെ കയ്യിൽ എപ്പോഴും ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തർ അവിടുന്ന് വില്ലേജിലേക്ക് പോവുകയാണെന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നും പറയും. ഇവിടെ വില്ലേജിലാണെങ്കിലോ ബോയ് ഫ്രണ്ടും ഹീറോയിന്റെ അമ്മയും കൂടി പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ കാണാതെ പോയ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഈ കേസിൽ ഓർത്തറിഞ്ഞ ഡൗട്ടുമുണ്ടെന്നുള്ള കാര്യം അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർത്തർ ആണെങ്കിലോ പോലീസിന് ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കും. അതിൽ ഹീറോയിൻ അവൾ എല്ലാവരെയും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൾ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറുകയാണെന്നുമായിരുന്നു. ഈ വോയിസ് കേൾക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ഇഷ്ടപ്രകാരമാണ് ഇവിടുന്ന് പോയത് എന്ന് പോലീസും ഉറപ്പിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ബോയ് ഫ്രണ്ടിന് ഓർത്തറിഞ്ഞ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഓർത്തർ അവന്റെ ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ഓർത്തറിന്റെ വീടിനകത്തേക്ക് പോകും. അകത്ത് പോയി എല്ലാം ചെക്ക് ചെയ്യും. അപ്പോഴാണ് ഹീറോയിന്റെ ഫോൺ ഇരിക്കുന്നത് അവൻ കാണുന്നത്. അവൻ അവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴോ അവിടേക്ക് ഓർത്തർ എത്തും. ബോയ് ഫ്രണ്ട് എല്ലാം പിടികിട്ടിയെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. എന്നാൽ ഓർത്തർ ആണെങ്കിലോ ബോയ് ഫ്രണ്ടിന്റെ തലയ്ക്ക് അടിച്ചിട്ട ശേഷം അവനെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലും. പിന്നീട് ആ ബോഡി എടുത്ത് കടലിലേക്ക് കളയുകയും ചെയ്യും. അങ്ങനെ ഓർത്തർ അവിടുന്ന് വീണ്ടും ഹീറോയിന്റെ അടുത്തേക്ക് വരും. അവൾക്ക് വേണ്ടി അവൻ അവിടെ ഒരു വീട് പണിയും. അങ്ങനെ പതിയെ പതിയെ ഓർത്തർ അവളെ വിശ്വസിച്ചു തുടങ്ങി. അവൾക്ക് കുളിക്കാൻ വേണ്ടി ഓർത്തർ അവളുടെ വിലം കഴിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഹീറോയിൻ കുളിക്കുന്ന ടൈമിലാണ് ഓർത്തറിനോടും കൂടി കുളിക്കാനായി പറയുന്നത്. പക്ഷെ ഓർത്തർ കുളിക്കില്ല. ഓർത്തർ അകത്തേക്ക് വന്ന് അവർ തമ്മിൽ പതിയെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ പതിയെ ഹീറോയിൻ അവനുമായി നല്ലപോലെ ജീവിക്കാൻ തുടങ്ങും. ഒരിക്കൽ ഹീറോയിൻ അവനോട് ചോദിക്കും നമുക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന്. ഇത് കേട്ട ഓർത്തർ നല്ല ഹാപ്പിയുമാകും. അങ്ങനെ അവർ തമ്മിൽ കല്യാണവും കഴിക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ചോദിക്കും നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് എന്ന്. ഇത് കേട്ട ഓർത്തർ പറയും നമ്മൾ ഒരിക്കലും ഇവിടുന്ന് പോകില്ല, ആരെങ്കിലും ഇടയിൽ വന്നാൽ അവനെയും കൊല്ലുമെന്ന്. അപ്പോഴാണ് ഹീറോയിന് പിടികിട്ടുന്നത് അവൾ ഇവിടുന്ന് ഒരിക്കലും പോകില്ല എന്ന്. അങ്ങനെ അന്ന് രാത്രി ഓർത്തർ അവളെ ഫോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. അവൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ആ രാത്രി ഹീറോയിൻ ഓർത്തറിന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത ശേഷം അവളുടെ ലോ കഴിക്കും. എന്നിട്ടൊരു കല്ലെടുത്ത് ഓർത്തറിനെ കൊല്ലാൻ നോക്കും. പക്ഷെ പെട്ടെന്ന് ഓർത്തർ കണ്ണു തുറക്കും. ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും. പുറകെ ഓർത്തർ മോടി അവളെ പിടിക്കാൻ നോക്കും. അവിടെ വെച്ച് അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും. ഹീറോയിൻ ഓർത്തറിന് വയറ്റിൽ കുത്തുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഓർത്തർ വീണ്ടും അവളെ പിടിക്കാൻ ഓടും. അങ്ങനെ ഒടുവിൽ ഹീറോയിൻ ഒരു വിറകെടുത്ത് ഓർത്തറിന്റെ കഴുത്തിൽ കൂടി കുത്തി ഇറക്കും. അവിടെ വെച്ച് തന്നെ ഓർത്തർ മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ ഹീറോയിൻ അവിടെ ഓടി ബോട്ടിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. പോകുന്ന ടൈമിൽ ഹീറോയിൻ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഹീറോയിന് വിഷമവും ഉണ്ടായിരുന്നു. അവൾ അനുഭവിച്ച ടോർച്ചറൊക്കെ ഓർത്ത് ഹീറോയിൻ വിഷമിക്കും. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും.